വിരാട് കോഹ്ലി സെഞ്ചുറി അടിച്ചു എന്നുള്ള വലിയ സംഭവമായിട്ട് നമുക്ക് പറയാൻ കഴിയാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞത് ഒന്നാമത്തെ കാര്യം അതൊരു യൂഷ്വൽ സംഭവമായിട്ട് മാറിയിരിക്കുകയാണ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് അത് അടിച്ച മത്സരത്തിൽ പോലും നമുക്ക് ഒരുപാട് മോശം കോൺട്രിബ്യൂഷനാണ് ബാക്കി ബാറ്റ്സ്മാൻമാരുടെ. അപ്പോൾ ഇതൊരു സംഭവമായിട്ട് പറയാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ ഏകദിന കരിയറിലെ 54ാമത്തെ സെഞ്ചുറി, അതുപോലെ ഇൻ്റർനാഷണലിലെ 85ാം സെഞ്ചുറി, അത് നമ്മൾ സ്ഥിരം പറയുന്ന കേസാണ് വിരാട് കോഹ്ലിയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അതെല്ലാം വന്നൊരു മത്സരം ഒരു പരാജയത്തിലോട്ടാണ് കലാശിച്ചത്. അങ്ങനെ 2020 ഈ ഒരു ഡെക്കേഡ് തുടങ്ങിയ ശേഷം ഓഡിയയിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി ഉള്ള പ്ലെയറായിട്ട് വിരാട് കോഹ്ലി മാറിയിരുന്നു. തൻ്റെ 26ാമത്തെ വയസ്സിലും തൻ്റെ 36ാമത്തെ വയസ്സിലും ടീമിനെ ബാറ്റിങ്ങിൽ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത് ഈ വിരാട് കോഹ്ലി തന്നെയാണ്. അപ്പോൾ എന്തായാലും ബാക്കി ആർക്കും ഇപ്പോൾ ആ റോൾ ഏറ്റെടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ഇന്ത്യൻ ടീമിൻ്റെ ഒരു ഭാവിക്ക് അത്ര നല്ലതായിട്ടൊരു കാര്യമല്ല. എന്തായാലും സ്റ്റിൽ ഈ 37 വയസ്സുള്ള വിരാട് കോഹ്ലി തന്നെയാണ് ഇന്ത്യൻ ടീമിൻ്റെ നെക്സ്റ്റ് വേൾഡ് കപ്പിലെയും ഏറ്റവും ബെസ്റ്റ് പ്ലെയറായിട്ട് അല്ലെങ്കിൽ ഒരു ട്രംപ് കാർഡായിട്ട് ഇന്ത്യയുടെ കയ്യിൽ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും വിരാട് കോഹ്ലി മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാവരുടെ പെർഫോമൻസും കംപ്ലീറ്റ്ലി ഡിസപ്പോയിൻറ്റിംഗ് ആണ്. ചേസിങ്ങിലോട്ട് വരുമ്പോൾ രാഹുലിൻ്റെ പ്രശ്നങ്ങൾ, ശ്രേയസ് അയ്യരുടെ കൺസിസ്റ്റൻസി ഇല്ലായ്മ, രോഹിത് ശർമ്മയുടെ ഇത്തരത്തിലുള്ള ചില അബദ്ധമായിട്ടുള്ള ഷോട്ടും കാര്യങ്ങളും, ഗില്ലിൻ്റെ ഫോമില്ലായ്മ, അങ്ങനെ ബാറ്റിങ്ങിൽ ഒരുപാട് പ്രശ്നമുണ്ടെങ്കിൽ പോലും ബോളിങ്ങിലെ പെർഫോമൻസ് ബുംറയെ കൂടി വന്നു കഴിഞ്ഞാൽ പേസ് ബോളിംഗ് വലിയ പ്രശ്നമില്ല. ജഡേജ മാറി അവിടെ അക്സർ പട്ടേലോ അല്ലെങ്കിൽ ഓൾറൗണ്ടർ ഹർദിക് പാണ്ഡ്യയൊക്കെ വരുമ്പോൾ ടീമിൻ്റെ ബോളിംഗ് കുറച്ചുകൂടി മെച്ചപ്പെടുമെന്ന് വിചാരിക്കും. എന്തായാലും സീരീസ് പോയി, ന്യൂസിലാൻഡ് വന്ന് സീരീസ് എടുത്തു, ഓഡി സീരീസ് നമുക്ക് പോയി. ഇനിയിപ്പോൾ T20 മത്സരങ്ങൾ വരാനിരിക്കുന്നുണ്ട്.